അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ വാഴക്കുളത്ത് പ്രതിഷേധ സദസ്സ് നടത്തി മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ച BJP സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PP എൽദോസ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അവരാകെ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് കർത്താവിന്റെ മണവാട്ടികളായ അവരെ ചെയ്തത് തെറ്റായത് പറയുന്നത് സഭയുടെ തിരുവസ്ത്രമണിഞ്ഞ് യാത്ര ചെയ്തു എന്നുള്ളത് മാത്രമാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ മനസ്സും ശരീരവും ആ സന്യാസിമാരോടൊപ്പമുണ്ട് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവരെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ലോകം ആരാധിക്കുന്ന മദർ തെരേസയുടെ പിൻഗാമികളാണ്. ആ മദർ തെരേസയുടെ പിന്മുറക്കാരാണ് ഇവിടുത്തെ സന്യാസി സമൂഹം. ആ സമൂഹം ആരെയും മനഃപൂർവ്വം ജാതി മാറ്റാനോ മതം മാറ്റാനോ പരിവർത്തനം നടത്താനോ അവരാരും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഏത് ജാതിയിലും ഏത് മതത്തിലും വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യയിൽ ജനിച്ച ആർക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ അങ്ങനെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല. ഈ രാജ്യത്തിന്റെ പരമോന്നതമായ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സമീപനമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന BJPയും ഉൾപ്പെടെയുള്ള ആളുകൾ വച്ചുപുലർത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടിക്കോട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യു കുഴൽനാടൻ MLA, DCC ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ, ടോമി തന്നിട്ടാമാക്കൽ, സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് പൊട്ടക്കൽ, മാണി പിട്ടാപ്പിള്ളിൽ, മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ്, NK അനിൽകുമാർ, K ഭദ്രപ്രസാദ്, ലൂഷാദ് ഇബ്രാഹിം, ഷെജി ജേക്കബ്, ബാബു ഭാർഗവൻ, മഞ്ഞളൂർ പഞ്ചായത്തിലെ വിവിധ കോൺവെന്റുകളിൽ നിന്നുള്ള കന്യാസ്ത്രീകൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവരുവട ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.